വീട് മാനസാലാണ്. രണ്ട് മക്കളും അതിൻ്റെ ഭാര്യയും എൻ്റെ മകളും കൂടി വീട് താമസിച്ചിരുന്നു. ഒരു 2 നിലയായിട്ടാണ് വീട് പണിത്. അപ്പോൾ ആദ്യം അങ്ങനെ അത് പണിതെടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മോൾക്ക് ഈ കാലുമല്ലാത്തതാണ്. 60% പുള്ളിക്കാരത്തേക്ക് വികലാംഗം കയറി ഇറങ്ങി നടക്കാൻ മേലാതെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ അത് പണിത് കഴിഞ്ഞിട്ട് കയറി ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. പിന്നെ കടം മേടിച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് മുകളിലേക്ക് ഒന്നും പണിതെടുത്തു. അങ്ങനെ പണിതെടുത്ത് എൻ്റെ റോഡ് ജനലിൽ പോയി. അങ്ങനെ ഞങ്ങൾ മുകളിൽ താമസിക്കുന്നു, 5 അടിയിലും താമസിക്കുന്നു. അങ്ങനെ 2 നിലയായിട്ടാണ് പണിത്. പൈസ എനിക്ക് നടക്കുമ്പോൾ ഞാൻ ചെറുക്കനറിയാം കൂലിപ്പണി എടുക്കാൻ നടക്കുന്നത്. കെട്ടിടം പണിക്ക് നടന്ന് സിമന്തിയൊക്കെ ചോറ് ഉണ്ടാക്കി അതും കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഇതിൻ്റെ പോകുന്നു. എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ടായിരുന്നത് അവർ 3 പേര് കാലം ഞങ്ങൾ 2 പേര് വേണ്ടി താമസിച്ചുണ്ട്. എത്ര വർഷം ഇവിടെ താമസിക്കുന്നത്? 15 കൊല്ലം വരും, 10-15 കൊല്ലത്തോളമാണ്. ചേച്ചിയാണ് വീടൊക്കെ വെച്ചത്? ഞാൻ കഴിക്കാം. പിന്നെ മോനെ ചെയ്യുമ്പോൾ പറഞ്ഞാൽ അന്ന് മോൻ കല്യാണം കഴിച്ചു. മോൻ്റെ കാര്യം നോക്കി, മൂത്ത മോൻ. പിന്നെ മോളുള്ളത് ഇങ്ങനെ മോളുള്ളതിന് മോളുടെ കാര്യങ്ങളും ഞാൻ നോക്കി കൊടുക്കണമായിരുന്നു. പഠിപ്പിക്കലും ചെരുപ്പ് മാറും, ചെരുപ്പ് ഒരു ആണ്ടിൻ്റെ ഒരു പ്രാവശ്യം മാറുന്നത്. അന്നത്തെ കാലത്ത് ഞാൻ ചെയ്ത കാലം മുതൽ 450 മുതൽ മേടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 35,000 രൂപ ചെരുപ്പാണ്. അങ്ങനത്തെ ഉള്ളത് ഇങ്ങനെയുള്ള ചെരുപ്പിട്ട് കെട്ടിയത് നടത്തി അതൊരു ചെറിയ പണിക്ക് പോകുമ്പോൾ ഈ കണക്കിൻ്റെ കണക്കിൻ്റെ കാര്യത്തിന് പോയി ജോലി ചെയ്യുന്നു. പിന്നെ അവർ 3 പേരും അങ്ങനെ അവരച്ഛനും അപ്പം എൻ്റെ കൊച്ചിൻ്റെ ഒരു പഠിക്കുന്ന പുസ്തകം പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ജോലിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. മരുമക്കളുടെ അമ്മയൊക്കെ സുഖമില്ലാതെ ബസ് ഓഫീസ് ആശുപത്രിയിലായിരുന്നു. അവൾ ഇന്നലെ വന്നു. അങ്ങനെ വന്നു അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെ ഞാൻ വന്ന് എൻ്റെ മരുന്ന് മാത്രമേ എടുത്തിട്ട് വന്നു പോലും. അപ്പോൾ എന്നാൽ പിന്നെ അതാണ് അങ്ങനെ ആണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ. എൻ്റെ സർവത്ര സാധനങ്ങളും ഞാൻ കൂലിപ്പണി ചെയ്തിട്ടുണ്ടാക്കി എല്ലാം പോയി എനിക്ക് ഒന്നുമില്ല. എന്താ വേണ്ടതെന്ന് ചെയ്ത് നമ്മുടെ കാലത്ത് എന്താ ചെയ്യുന്നത്? എനിക്ക് എൻ്റെ കൊച്ചിനെ പെൺകൊച്ചിന് മറ്റേ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഒരു വല്ല സ്ഥലത്താണെങ്കിലും പോയി കിടക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യം ഒരു വഴി സൗകര്യം ഇല്ലാത്തൊരു സ്ഥലമായാൽ നമുക്ക് പറ്റും. പെണ്ണിന് വേണ്ടി ഈ പഞ്ചായത്തിൻ്റെ 3 വീടുള്ളൊരു വണ്ടിയിലാണ്. ഇങ്ങനെയുള്ള കൊച്ചിനെ ഞാൻ 3 ഓപ്പറേഷൻ ചെയ്യിപ്പിച്ച് അതിൻ്റെ കാര്യങ്ങൾ നോക്കി അവസാനം ഈ ഡിഗ്രി വരെയും പഠിപ്പിച്ചു. ഗവൺമെൻറ്റിലൊക്കെ കുറേ ആളൊക്കെ അന്വേഷിച്ച് നടന്നു ഒരു തൊഴിലും കിട്ടിയില്ല. പിന്നെ അവസാനം പിന്നെ കളഞ്ഞിട്ടൊരു ജോലി ഒക്കെയാണ്. പിന്നെ എൻ്റെ തുണി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല? ഞാനിപ്പോൾ ഈ കൊടുത്തേക്കണം മാത്രം. ഞങ്ങൾക്ക് എല്ലാവരും ഞാനും പെണ്ണും ഞാൻ ജോലിക്ക് പോയി പറഞ്ഞ് ഞങ്ങളാ കൊടുത്തേക്കണം മാത്രം. ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊന്നും ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അണ്ട് ഞാൻ പറഞ്ഞു എന്തായാലും എനിക്ക് ശ്വാസമുട്ടുണ്ടോ, ശ്വാസമുട്ടലിൻ്റെ മരുന്ന് കഴിക്കാതെ നിൽക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഒരു കൂട്ടം എടുത്തോണ്ട് മാറാൻ പറഞ്ഞു. അപ്പം നമുക്കും പേടി കാണുമ്പോൾ അറിയാം ഈ വീതിയിൽ അങ്ങ് അകലച്ച് വന്നിരിക്കുന്നത് എത്തി ഇങ്ങനെ റോഡിൽ നിന്ന് പോലെ അങ്ങനെ നമുക്ക് കാണാം. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും പേടി. ഞാൻ വേറെ ഒന്നും എടുക്കാൻ നോക്കിയില്ല, ഈ മരുന്ന് മാത്രം ഓടിച്ചെടുത്തോണ്ട് പുറത്തിറങ്ങി പോകുന്നു. ഇനി കൊച്ചിൻ്റെ പുസ്തകമെങ്കിലും എടുക്കില്ല, അതുപോലും ബാഗ് പോലും എടുക്കാൻ തോന്നിയില്ല. അങ്ങനെ പോന്നു കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ രാത്രി കിടന്നൊന്നുമില്ല. 10 മണിയായി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ ഭയങ്കര ഒച്ച കേൾക്കണം. ഒരു വലിയൊരു തെങ്ങ് വന്നില്ല എന്നതിലേക്ക് വന്നിട്ട് പടപടാന്നുള്ള ഒച്ച കേട്ടു. അത് കഴിഞ്ഞ് പിന്നെ വന്ന് കാരണം നമ്മുടെ പെരയുടെ മുകളിലേക്ക് ആകുമ്പോൾ അപ്പോൾ ഒരു വശം ഷീറ്റ് നന്നിട്ടുണ്ടായിരുന്നു. ഷീറ്റിലേക്ക് വന്ന് കഴിയുമ്പോഴാണ് വീടിന് പറ്റുന്നത്. അങ്ങനെ സംഭവിച്ച് 3-4 ആട്, ഒരു പട്ടി ഒക്കെ അതിനകത്തുണ്ട്. വീട്ടു സാധനങ്ങൾ സർവത്രയുണ്ട്. ഇതാണെങ്കിലും ഒരു സാധനം പോലും ഇല്ലാത്തോണം നമ്മൾ മേടിച്ചുണ്ടാക്കിയല്ലോ ഒന്നും കാണാം. ഞാൻ പേരെഴുതി